ഹായ് എവ്രി വൺ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ സംസാരിച്ചത് ടൂൾസ് ഫോർ ഇമോഷണലി ഇൻ്റലിജൻറ്റ് പാരൻറ്റിങ്. ആ ഒരു പാരൻറ്റിങ് സ്റ്റൈൽ അതിൽ നമ്മൾ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത് ലിസൺ ഡീപ്ലി, അവരെ നന്നായിട്ട് കേൾക്കണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ആക്റ്റീവ് ലിസണിങ് ആൻഡ് ഷോ ജെന്യുയിൻ ഇൻട്രസ്റ്റ്. അവർ പറയണത് എന്താണെന്ന് കേൾക്കാനായിട്ട് നമ്മൾ വളരെ ജെന്യുയിനായിട്ട് നമ്മളുടെ ഇൻട്രസ്റ്റ് അത് അവർക്ക് മനസ്സിലാവണം, നമ്മളത് കേൾക്കാനായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അവരത് പറയുകയും ചെയ്യും. അവർക്ക് എന്താണ് പറയാനുള്ളത് അവരത് വെളിപ്പെടുത്തും, നമ്മളുടെ ആ ജെന്യുയിൻ ഇൻട്രസ്റ്റ് കണ്ടിട്ട്. ഇനി രണ്ടാമതായിട്ട് വാലിഡേറ്റ് ഫീലിങ്സ്. അവരുടെ ഫീലിങ്സ് നമ്മൾ അവർക്ക് എംപതിക്ക് ചെയ്യണം. അവരുടെ ആ ഫീലിംഗ് നമ്മളുടേത് ആണെന്നുള്ള ആ ഒരു ഫീലിംഗ്, ആ ഫീലിംഗ് എൻ്റെയും കൂടിയാണ് എന്നുള്ള ആ ഒരു എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ, അവർ ഫീലിങ്സ് ഒക്കെ വളരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ, അവർക്ക് സപ്രസ് ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു പ്രൊഫഷണൽ സപ്പോർട്ടും തേടാം. മൂന്നാമതായിട്ടുള്ള ടൂളാണ് നെയിം ഇമോഷൻസ്. നമ്മളെ കുട്ടികളുടെ ഇമോഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, അവർ അത് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ നോർമലൈസ് ഫെയിലർ. നമ്മൾക്ക് അറിയാം, ഫെയിലർ ഉണ്ടായാൽ അത് തളർന്നു പോകാതെ അത് നോർമലാണെന്ന് പറഞ്ഞ് ലൈഫിൽ അതൊക്കെ നോർമലാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ നമ്മളും അതൊരു സെൽഫ് അവെയർനെസ് ആക്കി കൊണ്ടുവരണം. നമ്മളും അത് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം ഫെയിലർ ഒക്കെ ഒരു നോർമലൈസായിട്ട് നമ്മളും കരുതണം. എന്നാലേ നമ്മുടെ കുട്ടികളെയും നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഞാനിവിടെ പറയാൻ പോണത് ഹൗ ടു ലിസൺ വിത്തൗട്ട് ഗിവിങ് ഒപ്പീനിയൻ ഓർ അഡ്വൈസ്. എങ്ങനെ നമ്മൾക്ക് കുട്ടികളെ ലിസൺ ചെയ്യാം, അവരെ ഇൻട്രപ്റ്റ് ചെയ്യാതെ, അവരെ അഡ്വൈസ് കൊടുക്കാതെ, അവർക്ക് ഒപ്പീനിയൻ കൊടുക്കാതെ അവരെ എങ്ങനെ നമ്മൾക്ക് ലിസൺ ചെയ്യാം. അതിനൊരു കോഡ് ഞാൻ പറയാം. LISTEN. L സ്റ്റാൻഡ് ഫോർ ലെറ്റ് ദം സ്പീക്ക് ഫുള്ളി. അവരെ നന്നായിട്ട് ഫുള്ളിയായിട്ട് സംസാരിക്കാനായിട്ട് നമ്മൾ അവരെ അനുവദിക്കണം. അതിൻ്റെ ഇടയിൽ കയറി അത് അങ്ങനെയാണോ, അത് നീ അത് പറഞ്ഞത് ശരിയായില്ല, ചെയ്തത് ശരിയായില്ല എന്നുള്ള ഫ്രേസസ് ഒക്കെ ഒഴിവാക്കി അവരെ ഫുള്ളായിട്ട് സംസാരിക്കാൻ അനുവദിക്കണം. ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ ചാടി എത്തരുത്. അവർ പറയണ സമയത്ത് അവരെന്താണ് പറയണത് എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഫുള്ളായിട്ട് കേട്ടാലാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളൊരു കൺക്ലൂഷനും അവിടെ ഇടാൻ പാടില്ല. ലിസണിൽ L പറഞ്ഞു. ഇനി I ഇഗ്നോർ ദ അർജ് ടു ഇൻട്രപ്റ്റ്. രണ്ടാമതായിട്ട് ഇഗ്നോർ ദ അർജ് ടു ഇൻട്രപ്റ്റ്. അതെന്താണെന്ന് വെച്ചാൽ നടന്ന ഇൻസിഡൻറ്റ് മാത്രമല്ല അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അവരുടെ തോട്ട് പ്രോസസ്സ്, അവർ ആ സമയത്തുണ്ടായിരുന്ന അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് അതൊക്കെ ആയിരിക്കും അവർ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇടയിൽ കയറി നമ്മൾ കൺക്ലൂഷൻ ചെയ്യാൻ പോയാൽ അത് ഇൻട്രപ്റ്റ് ആയിരിക്കും. അവർക്കത് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എല്ലാം ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ അവൈലബിൾ ആണെന്ന് അവർക്ക് അപ്പോഴേ തോന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ കയറി നമ്മൾ അപ്പം നീ അത് അങ്ങനെയാണല്ലേ ചെയ്തത്, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകുമല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. അവരുടെ ആ സംഭാഷണം തന്നെ അവർ സ്റ്റോപ്പ് ചെയ്യും. അവർ പറയാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ടും എല്ലാം, അതിൻ്റെ കളറിങ് എല്ലാം നമുക്ക് മിസ്സായില്ലേ അതോടുകൂടി. അവർക്ക് പിന്നെ നമ്മുടെ അടുത്തൊന്നും പറയാൻ തോന്നൂല. ഇനി മൂന്നാമത്തത് S ഷോ എംപതി. നമ്മളുടെ സംസാരത്തിൽ, നമ്മൾ ഐ കോണ്ടാക്റ്റിൽ, നമ്മളുടെ എല്ലാ ജസ്റ്റേഴ്സിലും അത് ഉണ്ടായിരിക്കണം. നമ്മൾ എംപതി കാണിക്കണം അവരുടെ അടുത്ത്. നോഡ് ചെയ്യുക, ഐ കോണ്ടാക്റ്റ് ചെയ്യുക, ചില ഫ്രേസസ് പറയുക, ഇറ്റ് ഈസ് റിയലി അപ്രിസിയേറ്റിംഗ്. ചില സമയത്ത് ഇതൊക്കെ ആഡ് ഓൺ ചെയ്യുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യും നമ്മൾ അവരെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആക്റ്റീവായിട്ട് അവരെ ലിസൺ ചെയ്യുന്നുണ്ടെന്ന് അവർക്കത് ഉറപ്പാകും. നമ്മളിലൊരു ട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. നെക്സ്റ്റ് T, ടുഡേ നോ ജഡ്ജ്മെൻറ്റ്. നമ്മൾ അവരെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ ജഡ്ജ് ചെയ്യരുത് ഒരിക്കലും. നമ്മൾ ജഡ്ജ് ചെയ്യാനല്ല അവരെ ലിസൺ ചെയ്യുന്നത്, അത് നമ്മൾ ഒഴിവാക്കണം.
കംപ്ലീറ്റ്ലി അവോയ്ഡ് ജമ്പിങ് ഇൻ ടു കൺക്ലൂഷൻ. നമ്മൾ പെട്ടെന്നൊരു കൺക്ലൂഷൻ ഉണ്ടാക്കി അവരെ ജഡ്ജ് ചെയ്താൽ പിന്നെ അവർ നമ്മളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്യൂല ഡെഫിനറ്റ്ലി. നെക്സ്റ്റ് ഇ, എക്കോ ദെയർ ഇമോഷൻസ്. E stand for echo their emotions. E stand for echo their emotions. എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് എന്തോ ലെഫ്റ്റ് ഔട്ടായിട്ട് ഫീൽ ചെയ്തു. നമുക്ക് പറയാം, യു ആർ ആംഗ്രി ദാറ്റ് ഷീ ഡിഡ്ന്റ് സ്പീക്ക് ടു യു. അത് നമ്മൾക്ക് മെൻഷൻ ചെയ്യാം. അവരുടെ ആ ഫീലിംഗ് നമ്മൾ എക്കോ ചെയ്യുന്ന രീതിയാണത്. നമ്മളങ്ങനെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും, യെസ്, നമ്മൾക്ക് അവർ പറയണത് മനസ്സിലാകുന്നുണ്ട്. അവരുടെ ഫീലിംഗുമായിട്ട് നമ്മൾ ഇൻ ട്യൂൺ ആണെന്ന് അവർക്ക് മനസ്സിലാകും. അപ്പോൾ അവർക്ക് കൂടുതലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടാകും, കൂടുതൽ അവർ ഓപ്പൺ അപ്പ് ആകും. ദെൻ നെക്സ്റ്റ് എൻ സ്റ്റാൻഡ് ഫോർ നോട്ടീസ് അവർ ഫേഷ്യൽ ക്യൂസ്. നമ്മളെ ഫേസിലേക്ക് അവരിങ്ങനെ നോക്കിയിരിക്കും. നമ്മൾ എന്തെങ്കിലും ആങ്കർനെസ് ഷോ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് നമ്മളുടെ ഫേസിൽ വരികയാണെങ്കിൽ അതവർ വായിച്ചെടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ അവർ ഓപ്പൺ അപ്പ് ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്യും. അവരത് വിത്ഡ്രോ ചെയ്യും. സോ മേക്ക് ഐ കോണ്ടാക്ട് ആൻഡ് സ്റ്റേ വിത്ത് ദം. ഓക്കെ, സ്റ്റേ ക്വയറ്റ് വിത്ത് ദം. ഐ കോണ്ടാക്റ്റ് വേണം, ക്വയറ്റ് ആകണം. അതേപോലെ തന്നെ നമ്മളുടെ ഓരോ റിഫ്ലക്ഷൻ ഫ്രേസസ് അവരുടെ കേൾക്കുന്നതിൻ്റെ ഇടയിൽ, അങ്ങനെയാണോ, എനിക്ക് മനസ്സിലായി, ഇത് എനിക്കറിയാം നിനക്കിത് വളരെ അപ്സെറ്റിംഗ് ആണെന്ന്, അതുകൊണ്ടാണ് നിനക്ക് ഇത്ര നീ ഫീലിംഗ് ലെഫ്റ്റ് ഔട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. നിൻ്റെ മുഖം കണ്ടാൽ എനിക്കറിയാം, നിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്കറിയാം. അങ്ങനെ അവരെ ഫുള്ളായിട്ട് കേൾക്കുകയും അവരെ ഇൻട്രപ്റ്റ് ചെയ്യാതെ നോക്കുകയും പിന്നെ അവരിലുള്ള ആ സംസാരത്തിൻ്റെ ഇടയിൽ അവർക്ക് കുറച്ച് എമ്പതി ഫീൽ ചെയ്യുകയും ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ സംസാരിക്കുകയും അതേപോലെ തന്നെ അവരുടെ ഇമോഷൻസൊക്കെ നമ്മൾ എക്കോ ചെയ്യും. പിന്നെ നമ്മളുടെ ഫേഷ്യൽ ക്യൂസൊക്കെ നമ്മൾ ഇത്തരം കൂടിയും കൺട്രോൾ ചെയ്യും ഒക്കെ ചെയ്താൽ അവരായിട്ട് നന്നായിട്ട് നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റും. അവരെ ആക്റ്റീവായിട്ട്